ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി പാർക്കാണ് കാണിക്കുന്നത്. കൊല്ലം ബീച്ചിലോട്ട് വരാൻ പിള്ളേർക്കെല്ലാം മടിയായിരിക്കും, കാരണം അവിടെ പാർക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചിൽഡ്രൻസ് പാർക്കാണ് ഇത്. ജലകേളി കേന്ദ്രം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 10 രൂപയാണ്. 4 വയസ്സിന് താഴോട്ടുള്ളവർക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പം ഞങ്ങൾ ദർശനത്തിനായിട്ട് വന്നപ്പോഴത്തേന് ആദ്യമേ തന്നെ ബോട്ടിൽ കയറുന്നുണ്ട്. ബോട്ട് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അപ്പം ഞങ്ങളിങ്ങനെ കയറിയിരിക്കുക. അപ്പോൾ ഇപ്പുറത്തിരിക്കുന്നത് അനിയത്തിയാണ്, അവിടെ ക്യാമറ കൊടുത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ആടുന്നത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ കൊടുത്തത്. അവളാകെ പേടിച്ച് പിന്നെ വീഡിയോ ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അടുത്തത് ഒരു ഡ്രാഗണിൽ കയറി. അതിങ്ങനെ ജമ്പ് ചെയ്യുന്നൊരു ഡ്രാഗണാണ്. ഇത് വലിയ പേടിയൊന്നുമില്ല, കുഴപ്പമില്ല, ഒരു ചെറിയൊരു കുലുക്കം കണക്ക് ഫീൽ ചെയ്തോളൂ. ബോട്ട് കാണുമ്പോഴത്തേന് ആടുന്നത് കാണുമ്പോഴത്തേന് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം പേടിയൊക്കെ വരും കേട്ടോ. അതിൽ നമ്മൾ വീഴുന്ന കണക്കൊരു ഫീലാണ് തോന്നിയത്. അതേപോലെ തന്നെ ടിക്കറ്റ് ചാർജ് നല്ല കുറവാണ്. ഇത് 20 രൂപയാണ് ഈ ഡ്രാഗൻ്റെത്. പിന്നെ ബോട്ടിൽ കയറിയതും 20 രൂപയാണ്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറേ സ്ലൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ദർശനത്തിന് ഞങ്ങളൊന്ന് ഇരുത്തുന്നുണ്ട്. അപ്പോൾ ദർശനത്തിന് ഇങ്ങനെ തെന്നിക്കളിക്കുന്ന സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. എല്ലാ സ്ലൈഡിലും കയറ്റി ഇറക്കുന്നുണ്ട് ആളെ. ദർശനത്തിന് പിന്നെ പിള്ളേരെ എല്ലാവരും കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേരെ എല്ലാം കണ്ടപ്പോഴത്തേനും അവനെന്താ സ്വർഗം കിട്ടിയത് പോലെ ഫീലായിരുന്നു. അപ്പം പിള്ളേരോടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം ആൾക്ക് ഈ താറാവിൻ്റെ അങ്ങനത്തെ ഒന്നും കറക്കുന്ന രീതിയിലുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ചാടിയൊക്കെ ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ദർശനത്തിന് ഇതിലിരുത്താറായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിലിരുത്തിയില്ല. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് നോക്കണം. പിള്ളേർക്കെല്ലാം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ മംറ്റുബിയൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തത്. ബീച്ചിലും 2 കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു, ബീച്ചിലും പിന്നെ ഈ പാർക്കിലും വെച്ചിട്ടാണ് എടുത്തത്. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ദർശനം കളിച്ചൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്തത്. ദോശയുടെ തന്നെ കുറേ വെറൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ബീച്ചിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ അച്ഛനും മോനും കൂടി കളിക്കുന്നുണ്ട്. പാർക്കിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ബീച്ച്. അപ്പം നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞങ്ങൾ നൈറ്റ് ഇവിടെ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബായ്.